അതേസമയം കൊല്ലം DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന രാജേന്ദ്ര പ്രസാദിനെതിരെ പോസ്റ്ററുകൾ. രാജേന്ദ്ര പ്രസാദ് അനാരോഗ്യവാനാണെന്നും അധ്യക്ഷ സ്ഥാനം ചലനാത്മക കരങ്ങളിൽ ഏൽപ്പിക്കണമെന്നുമാണ് പോസ്റ്ററിലെ ആവശ്യം. കൊടിക്കുന്നിൽ സുരേഷിനെതിരെയും പോസ്റ്ററിൽ വിമർശനമുണ്ട്. വിനോദ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, എന്താണ് ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു? ആരാണ് ഇതിന് പിന്നിലെന്നാണ് സൂചനകൾ, വിവരങ്ങൾ? കൊല്ലം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടുള്ളത്. DCC ഓഫീസിന് സമീപവും പ്രസ് ക്ലബിനും സമീപവും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. രാജേന്ദ്ര പ്രസാദിനെ DCC പ്രസിഡന്റ് ആക്കരുതെന്നാണ് ആവശ്യം. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് രാജേന്ദ്ര പ്രസാദ് പട്ടികയിൽ ഇടം പിടിച്ചതും DCC പ്രസിഡന്റായി നിയോഗിക്കുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷെ ഇപ്പോൾ വിമർശനമായിരുന്നു. പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. അനാരോഗ്യവാനാണ്, അതോടൊപ്പം തന്നെ ചലനാത്മകമായ കൈകളിൽ DCC നേതൃത്വത്തെ ഏൽപ്പിക്കണം. പോത്തങ്കോട്ടുകാരനായ കൊടിക്കുന്നിൽ സുരേഷിന് എങ്ങനെയാണ് കൊല്ലം DCC പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള അധികാരം? കോൺഗ്രസിന്റെ അധികാരത്തിൽ നിന്ന് കൊഴുത്ത ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിന് തീരെഴുതാനുള്ളതല്ല DCC. പിരിച്ചു നടക്കുന്നതിന് വേണ്ടി ഇത് തറവാട് സ്വത്തുമല്ല എന്ന് പോസ്റ്ററുകളിൽ പറയുന്നു. വളരെ മോശം വാക്കുകൾ തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും. ആരാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിച്ചതെന്ന് വ്യക്തമല്ല. നേരത്തെ സേവ് DCC, സേവ് കോൺഗ്രസ് എന്ന പേരിലൊക്കെ തന്നെയും നേരത്തെ കൊല്ലം ജില്ലയിൽ പോസ്റ്റർ യുദ്ധങ്ങൾ നടന്നിരുന്നു. പക്ഷെ ഇത് ആരാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലില്ല. കൊടിക്കുന്നിലിനെതിരെയും രാജേന്ദ്ര പ്രസാദിനെതിരെയും പേരെടുത്ത് പറഞ്ഞുള്ള പോസ്റ്ററുകളാണ് ഇപ്പോൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വിനോദാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.